നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ വന്യജീവി ആക്രമണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏത് ജില്ലകളെടുത്താലും വന്യജീവി ആക്രമണത്തിൽ ഒരാളെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കുകൾ സംഭവിക്കുകയോ അതല്ലെങ്കിൽ കൃഷിനാശം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ പാലപ്പിള്ളി മേഖലയിൽ ഒട്ടനവധി ആളുകൾക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിലും മറ്റ് മൃഗങ്ങളുടെ ആക്രമണത്തിലൊക്കെ ജീവഹാനി സംഭവിച്ചിട്ടുള്ളത്, അതുപോലെ പരിക്ക് പറ്റിയിട്ടുള്ളത്, കൃഷി നാശം സംഭവിച്ചിട്ടൊക്കെ ഉള്ളത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് വനം വകുപ്പ് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ഫോറസ്റ്റ് റേഞ്ചുകളിലൊക്കെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പാലപ്പിള്ളി റേഞ്ചിൽ ഇന്നലെയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷാണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അധ്യക്ഷ വഹിച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സുഹറ മജീദാണ്. ഈ ചടങ്ങിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തിയത് പാലപ്പിള്ളി റേഞ്ച് ഓഫീസർ രതീഷാണ്. കൂടാതെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, കാടിനെ സ്നേഹിക്കുന്ന, ഫോറസ്റ്റിനെ സ്നേഹിക്കുന്ന നാട്ടുകാർ, അങ്ങനെ ഫോറസ്റ്റിലെ മുഴുവൻ ജീവനക്കാർ, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇതിൽ പങ്കെടുക്കേണ്ടായി. ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വന്യജീവികൾക്ക് കാടിനകത്ത് തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുക എന്നുള്ളതാണ്. മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ 2025 എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഫലവൃക്ഷ തൈകൾ, ഫലവൃക്ഷ വിത്തുകൾ, ഇതൊക്കെ വനാന്തരത്തിൽ തന്നെ പലയിടങ്ങളിലായിട്ട് നിക്ഷേപിക്കുക, അത് കുഴിച്ചിടുക, ഇതൊക്കെ തന്നെയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാലപ്പിള്ളി റേഞ്ച് ഓഫീസിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വേലുപാടം ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ നിന്ന് വാഹന ജാഥയായിട്ടാണ് വരന്തരപ്പള്ളിയിലെ ഭരത പത്തായപ്പാറയിലെത്തിയിട്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. കാട്ടുമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഭക്ഷണം, പഴങ്ങൾ, ഇതൊക്കെ തന്നെ കാട്ടിൽ തന്നെ കിട്ടാവുന്ന സാഹചര്യം ഉണ്ടായാൽ അപകടം ഒരു പരിധിവരെ ഒഴിവാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.